ഉള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കാം. നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ പച്ചമുളക്, കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി നന്നായിട്ട് അതെല്ലാം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം വെക്കാം. ഓക്കെ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു സ്പൂണ്, ചെറിയ സ്പൂണ്. മല്ലിപ്പൊടി കുറച്ച് ഒരു 2 സ്പൂൺ ഉണ്ട് കേട്ടോ അത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗരം മസാല അതുകൂടെ ചേർക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ. ഗരം മസാല ഇവിടെ ചേർക്കാം. പിന്നെ പച്ചമുളക് കുറച്ചല്ലേ ഇട്ടുള്ളൂ, മുളകും അങ്ങനെ കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കുരുമുളക് ഇട്ടു. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി അപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് എടുക്കണം. ഞണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടാണ്. അതിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞണ്ടെല്ലാം ഇട്ടൊന്ന് ഇളക്കുകയാണ്. ഓക്കെ. മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ കുറച്ച്, ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് വേവണ്ടേ. ഞണ്ടിന് അത്യാവശ്യം വേവുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ഞണ്ട് വേവിക്കണം. എന്നാലേ ഉള്ളൂ ഞണ്ടിലുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി ആ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുക. അപ്പോൾ നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഓക്കെ. മൂടി വെച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലെയിം ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിം ആക്കി ഇട്ടിട്ടുണ്ട്. അത് തിളച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. തിളച്ച് കിട്ടിയിട്ട് ഞാൻ വീണ്ടും ലോ ഫ്ലെയിം ആക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം. ഓക്കെ. വെന്ത് വന്നിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ നാവിലെ വെള്ളം. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല നാടൻ ഞണ്ട് കറിക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ വരണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പതച്ചിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഞണ്ട് കറി. അയ്യവാ, ഇതിങ്ങനെ കൂട്ടി ചോറൊക്കെ തിന്നണം. സെറ്റാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചാറ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എനിക്ക് രണ്ടിൻ്റെയും മിഡിലാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കറി റെഡി ആയിരിക്കുന്നത്. സൂപ്പറാണ്. എല്ലാവരും ട്രൈ